ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് വളരെ സിമ്പിളായി പറയാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, എങ്കിൽ മാത്രമേ ക്ലാസ് മനസ്സിലാകുള്ളൂ. അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് വേർഡ് മീൻസ് വെർബാണ് കേട്ടോ. അതായത് സി നോട്ടീസ്. എന്താണ് സി? നമുക്കറിയാം, കാണുക എന്നുള്ളതാണ്. നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നാണ്. വ്യത്യസ്തങ്ങളായതാണ്, പക്ഷെ ഒരുമിച്ച് പറയാൻ പറ്റുന്ന സെന്റൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു കാര്യം ഒരാളോട് ചോദിക്കാം, നീ അത് കണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറയാറുണ്ട്, ഞാനത് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ഞാനത് കണ്ടു. ഇങ്ങനെയാണ് നമ്മൾ അതിന് ആൻസർ കൊടുക്കാറ്. അപ്പം നീ അത് കണ്ടോ? ഡിഡ് യു സീ ദാറ്റ്? ഡിഡ് യു സീ ദാറ്റ്? അല്ലേ, നീ അത് കണ്ടോ? അതോടൊപ്പം നമ്മൾ പറയാണ്, ഞാനത് ശ്രദ്ധിച്ചില്ല. സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ഐ ഡിഡിന്റ് നോട്ടീസ് ഇറ്റ് എന്ന് പറയാം. ഐ ഡിഡിന്റ് നോട്ടീസ് ഇറ്റ്, ഞാനത് ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ ഒന്നുകൂടി സ്റ്റൈൽ ആക്കിയിട്ട് നോ ഐ ഡിഡിന്റ് നോട്ടീസ് ഇറ്റ് എന്ന് പറയാം, അല്ലേ? അപ്പോൾ നമ്മൾ സീന്റെ കൂടെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് നോട്ടീസ് എന്ന് പറയുന്ന കാര്യം. ഇനി അത് ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കുകയാണെങ്കിലോ, ഡിഡ് യു നോട്ടീസ് ദാറ്റ്? ഡിഡ് യു നോട്ടീസ് ദാറ്റ്? നീ അത് ശ്രദ്ധിച്ചോ? ഓക്കെ, നെക്സ്റ്റ് ടൈം, അതുപോലെ ആക്ഷൻ. ടൈം, ആക്ഷൻ എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ അവൻ പോയത് കണ്ടോ? ഇപ്പോൾ അവൻ പോയത് കണ്ടോ? എങ്ങനെ ചോദിക്കാം? ഡിഡ് യു സീ ഹിം ലീവ് നൗ? ഡിഡ് യു സീ ഹിം ലീവ് നൗ? ഇപ്പോൾ അവൻ പോയത് നീ കണ്ടോ എന്നാണ്. അവൾ വന്നത് ശ്രദ്ധിച്ചോ? അവൾ വന്നത് ശ്രദ്ധിച്ചോ? എങ്ങനെ ചോദിക്കുക? ഡിഡ് യു നോട്ടീസ് ഹർ കമ്മിങ്? അല്ലേ, നീ ശ്രദ്ധിച്ചോ എന്നാണ്. ഡിഡ് യു നോട്ടീസ് ഹർ കമ്മിങ്? അവൾ വന്നത് നീ ശ്രദ്ധിച്ചോ? അതിന് എസ് എന്നും നോ എന്നൊക്കെ നമുക്ക് ആൻസർ പറയാം, അല്ലെ? ഇനി നമ്മൾ പറയുന്ന വെർബ് എന്ന് പറയുന്നത് ലുക്ക്, വാച്ച്. അല്ലേ, ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നോക്കുക, കാണുക, നിരീക്ഷിക്കുക എന്നുള്ളതൊക്കെയാണ് മീനിങ് വരുന്നത്. നമ്മൾ പറയണ ഒരു കുട്ടിയോട്, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും പറയണം, ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ എന്ന് പറയാൻ വേണ്ടി ലുക്ക് ഹിയർ എന്ന് പറയാം. അവിടെ വാച്ച് ഹിയർ എന്ന് പറയരുത്, ലുക്ക് ഹിയർ, ഇവിടെ നോക്കൂ. ഇനി വാച്ച് എന്നുള്ള വെർബ് എടുത്ത് പറയുകയാണെങ്കിൽ ടി വി കാണൂ, ടി വി കാണൂ, അല്ലെങ്കിൽ വീഡിയോ കാണൂ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് വാച്ച് ടി വി, വാച്ച് വീഡിയോ എന്നൊക്കെയാണ് പറയേണ്ടത് കേട്ടോ. അവിടെ നമ്മൾ ലുക്കോ സിയോ ഒന്നും പറയാൻ പാടില്ല. വാച്ച് ടി വി, ടി വി കാണൂ. ഓക്കെ, കുട്ടികൾ ശ്രദ്ധിച്ചു നോക്കൂ. അല്ലേ, കുട്ടികളെ ശ്രദ്ധിച്ച് വാച്ച് ചെയ്യുക. കുട്ടികളെ കൂടെ നടന്ന് നോക്കുന്നതിന് നമ്മൾ വാച്ചാണ് യൂസ് ചെയ്യേണ്ടത്. അല്ലേ, കുട്ടികൾ ശ്രദ്ധിച്ച് നോക്കൂ. എങ്ങനെ പറയാ? വാച്ച് ദ ചിൽഡ്രൻ, വാച്ച് ദ ചിൽഡ്രൻ. അതായത് നിരീക്ഷിക്കുക എന്നുള്ളൊരു മീനിങ്ങും കൂടി നമ്മൾ വാച്ചിനുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സെന്റൻസിൽ നമ്മൾ വാച്ച് യൂസ് ചെയ്തത്. വാച്ച് ദ ചിൽഡ്രൻ. ഓക്കെ, നീ ടി വി കാണുന്നുണ്ടോ? നീ ടി വി കാണുന്നുണ്ടോ? അല്ലേ, ടി വി കാണുക എന്നുള്ളതിന് നമ്മൾ എന്താ യൂസ് ചെയ്യുക? വാച്ചാണ്. അപ്പം ആർ യു വാച്ചിങ് ടി വി? ആർ യു വാച്ചിങ് ടി വി? നീ ടി വി കാണുന്നുണ്ടോ? അല്ലെങ്കിൽ നീ ടി വി കാണുകയാണോ? ഓക്കെ, നീ അത് നോക്കിയോ? എന്തെങ്കിലും ഒരു സാധനം കണ്ടിട്ട് നീ അത് നോക്കിയോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിലോ, അവിടെ നമ്മൾ ലുക്കാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം ഒരു സാധനം നമ്മൾ അന്വേഷിക്കുകയാണ്, നോക്കുകയാണ്, നീ അവനെ നോക്കുകയാണോ, നീ ഇവനെ നോക്കുകയാണോ, നീ എന്താ നോക്കുന്നത് എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും ലുക്കാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നീ അത് നോക്കിയോ എങ്ങനെ ചോദിക്കാം? Did you look at it? Did you look at it? Did you look at it? നീ അത് നോക്കിയോ? ഇനി ഒരുപോലെ വരുന്ന വെർബാണ് ഹിയറും ലിസണും. ഹിയർ ആൻഡ് ലിസൺ. ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുക എന്നാണ്. ലിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കേൾക്കുക എന്ന് തന്നെയാണ്. അപ്പൊ അതെന്ത് വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കേൾക്കുക എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാം. എന്നാല് ലിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. ഇവിടെയൊക്കെ നമ്മൾ ലിസൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ശബ്ദം കേൾക്കുന്നു. എനിക്ക് ശബ്ദം കേൾക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട് എന്നാണ്. ഐ ക്യാൻ ഹിയർ എ സൗണ്ട്. ഐ ക്യാൻ ഹിയർ എ സൗണ്ട്. ഇവിടെ നമ്മൾ ഹിയർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നീ അത് കേട്ടോ? അല്ലെ, ഇവിടെയും സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നത് നീ അത് കേട്ടോ? ഡിഡ് യു ഹിയർ ദാറ്റ്? ഡിഡ് യു ഹിയർ ദാറ്റ്? നീ അത് കേട്ടോ? ഓക്കെ, എനിക്ക് കേൾക്കുന്നില്ല. എനിക്ക് കേൾക്കുന്നില്ല എന്ന് പറയുമ്പോഴും, അതായത് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ്. സോ ഐ കാൺട്ട് ഹിയർ. അല്ലേ, ഐ കാൺട്ട് ഹിയർ. ഇവിടെയും നമ്മൾ ഹിയർ ആണ് യൂസ് ചെയ്തത്. ഒരു മീറ്റിംഗ് നടക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പീച്ച് നടക്കുകയാണ്,
അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ക്ലാസ് എടുത്ത് തരികയാണ്. എന്നെ ശ്രദ്ധിച്ച് കേൾക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കൂ എന്നാണ്. ആ ഒരു ശ്രദ്ധയോടെ പറയുന്ന ഒരു കേൾവിക്ക് നമ്മൾ എപ്പോഴും ലിസൺ ആണ് യൂസ് ചെയ്യേണ്ടത്. എന്നെ ശ്രദ്ധിച്ച് കേൾക്കൂ. ഓക്കെ, എങ്ങനെ പറയാ? ലിസൺ ടു മീ. അവിടെ നമ്മൾ ഹിയർ ടു മീ എന്നല്ല പറയേണ്ടത്. എന്നെ ശ്രദ്ധിക്കൂ, എന്നെ കേൾക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കേൾക്കൂ. ലിസൺ ടു മീ, ലിസൺ ടു മീ. ഓക്കെ, ഒരു സംഗീതം ഇങ്ങനെ കേൾക്കുക. ആ സംഗീതം കേൾക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് സംഗീതം കേൾക്കൂ. ഈ സംഗീതം കേൾക്കുക, പാട്ട് കേൾക്കുക, ഇവിടൊക്കെ നമ്മൾ ലിസൺ ടു മ്യൂസിക് എന്ന് വേണം പറയാന്. ലിസൺ ടു മ്യൂസിക്. അവനെ ശ്രദ്ധിച്ച് കേൾക്കൂ. അവൻ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്, അപ്പൊ നമ്മൾ പറയാണ് അവനെ ശ്രദ്ധിച്ച് കേൾക്കൂ എന്നിങ്ങനെ പറയാ. ലിസൺ ടു ഹിം. അവനെ ശ്രദ്ധിച്ച് കേൾക്കൂ. ഓക്കെ, നെക്സ്റ്റ്, നീ എന്നെ കേൾക്കുന്നുണ്ടോ? അതായത് ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ, നിനക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു മീനിങ്ങില് ചുമ്മാ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാൻ യു ഹിയർ മീ എന്ന് ചോദിക്കാട്ടോ. ഇനി ഇങ്ങനെ ചോദിക്കുകയാണ്, നീ എന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? ആ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലിസൺ യൂസ് ചെയ്യുന്നത്. നേരത്തെ ചോദിച്ചത് നീ എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് ചുമ്മാ ചോദിച്ചതാണ്, അതിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. നീ എന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കൂ. ആർ യു ലിസണിങ് ടു മീ? ആർ യു ലിസണിങ് ടു മീ? നീ എന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? ഓക്കെ, അവിടെ ലിസണിങ് എന്ന് തന്നെ പറയണം. അവിടെ ഹിയർ നമ്മൾ യൂസ് ചെയ്യത്. ആർ യു ലിസണിങ് ടു മീ? നീ എന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇനി ബ്രിങ്ങും ടേക്കും. ഈ ബ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരിക എന്നാണ്. ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുക എന്നുണ്ട്, കൊണ്ടുപോവുക എന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ബ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരിക, ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോവുക. അപ്പൊ അങ്ങനെയുള്ള മീനിങ്ങിൽ നമുക്ക് പഠിക്കാം. അതിവിടെ കൊണ്ടുവരൂ, അതിവിടെ കൊണ്ടുവരൂ. ബ്രിങ് ഇറ്റ് ഹിയർ, ബ്രിങ് ഇറ്റ് ഹിയർ. ഓക്കെ, വെള്ളം കൊണ്ടുവരൂ. ബ്രിങ് വാട്ടർ, വെള്ളം കൊണ്ടുവരൂ. ഇനി കൊണ്ടുപോവുക അല്ലെ, കൊണ്ടുപോവുക എന്ന് പറയുന്ന മീനിങ്ങിനാണ് നമ്മൾ ടേക്ക് എടുത്തിട്ടുള്ളത്. ടേക്കിന്റെ യഥാർത്ഥ മീനിങ് എന്ന് പറയുന്നത് എടുക്കുക. കൊണ്ടുപോവുക എന്ന് പറയാൻ വേണ്ടിയിട്ടും എടുക്കുന്നത്. കൊണ്ടുവരിക ബ്രിങ് ആണെങ്കിൽ, കൊണ്ടുപോവുക ടേക്ക് ആണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, അവിടേക്ക് കൊണ്ടുപോ, അവിടേക്ക് അത് കൊണ്ടുപോ. ടേക്ക് ഇറ്റ് ദേർ, അവിടേക്ക് അത് കൊണ്ടുപോ. ഓക്കെ, നെക്സ്റ്റ്, കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോ. കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോകൂ അല്ലെങ്കിൽ കൊണ്ടുപോ എന്ന് നമ്മൾ ഒരാളോട് പറയാണ്. ടേക്ക് ദ ചൈൽഡ് ടു സ്കൂൾ, ടേക്ക് ദ ചൈൽഡ് ടു സ്കൂൾ. ഓക്കെ, ഇനി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. അപ്പം കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ നമ്മൾ ടേക്ക് യൂസ് ചെയ്യുക, കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ബ്രിങ് യൂസ് ചെയ്യുക. അപ്പൊ ടേക്കിന്റെ മീനിങ് ഇതും കൂടി ഉണ്ടെന്ന് പഠിച്ചു വെക്കുക. ടേക്കിന്റെ പല മീനിങ്ങുകളും അതുപോലെ ചില വെർബുകളൊക്കെ ഉണ്ട്, ഗിവ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. കാണാത്തവര് മുമ്പത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ. ഇനി ഇതുപോലെ വരുന്നതാണ് സെൻഡ്, അതുപോലെ റിസീവ്. മെസ്സേജ് അയക്കോ, മെസ്സേജ് അയക്കൂ. സെൻഡ് ദ മെസ്സേജ് അല്ലെ, സെൻഡ് ദ മെസ്സേജ്. ഞാൻ ഫയൽ അയച്ചു. സെൻഡിന്റെ പ്രസന്റ് ആണ് സെൻഡ്, ഈ സെൻഡ്. എന്നാൽ അതിന് പാസ്റ്റ് വരികയാണെങ്കിൽ ഈ സെൻഡ്. വ്യത്യാസം എന്താണ്? പ്രസന്റിന് അവസാനം ഡി ആയിരിക്കും, പാസ്റ്റിന് ടി ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കാട്ടോ. പ്രൊണൗൺസിയേഷൻ ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ ഞാൻ ഫയൽ അയച്ചു, ഐ സെൻഡ് ദ ഫയൽ. ഞാൻ നാളെ അത് അയക്കും, ഞാൻ നാളെ അത് അയക്കും. വരാനിരിക്കുന്ന കാര്യമാണല്ലോ. ഐ വിൽ സെൻഡ് ഇറ്റ് ടുമോറോ. ഓക്കെ, അപ്പോ ഈ സെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയക്കാണ്, നമ്മൾ കയ്യിൽ നിന്ന് അങ്ങോട്ട് അയക്കുന്ന ഒരു സംഭവമാണ് ഈ സെൻഡ്. ഇന്ന് റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ. മെസ്സേജ് കിട്ടുക എന്നുള്ള ഒരു മീനിങ് ആണ് റിസീവ്ഡ് എന്ന് പറയുന്നത്. അതാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ എനിക്ക് മെസ്സേജ് ലഭിച്ചു, എനിക്ക് മെസ്സേജ് കിട്ടി എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഐ റിസീവ്ഡ് ദ മെസ്സേജ്, ഐ റിസീവ്ഡ് ദ മെസ്സേജ്. അപ്പൊ സെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയക്കുക എന്നാണെങ്കിൽ, റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടുകയാണ്, നമുക്ക് ആ മെസ്സേജ് കിട്ടുകയാണ്. ഓക്കെ, ഐ റിസീവ്ഡ് ദ മെസ്സേജ്, എനിക്ക് മെസ്സേജ് കിട്ടി അല്ലെങ്കിൽ ലഭിച്ചു എന്നൊക്കെ പറയാം. ഇനിയിപ്പം പണത്തിന്റെ കാര്യത്തിലും നമ്മൾ പറയാറുണ്ട്, നിനക്ക് പണം കിട്ടിയോ അല്ലെങ്കിൽ നിനക്ക് പണം ലഭിച്ചോ. ഡിഡ് യു റിസീവ് ദ മണി, ഡിഡ് യു റിസീവ് ദ മണി. ഒരു കാര്യം കിട്ടുക, ലഭിക്കുക എന്നുള്ളതിനാണ് റിസീവ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇതുവരെ അത് കിട്ടിയില്ല, എനിക്ക് ഇതുവരെ അത് ലഭിച്ചില്ല. ഐ ഹാവിൻറ്റ് റിസീവ്ഡ് ഇറ്റ് യെറ്റ്, ഐ ഹാവിൻറ്റ് റിസീവ്ഡ് ഇറ്റ് യെറ്റ്. എനിക്ക് ഇതുവരെ അത് കിട്ടിയില്ല, ലഭിച്ചില്ല. ഓക്കെ, നെക്സ്റ്റ്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട്, ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ സെൻഡ് യൂസ് ചെയ്യണോ റിസീവ് യൂസ് ചെയ്യണോ എന്നുള്ളത് നിങ്ങളാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട്, ആ സെന്റൻസ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഇവിടെ അയക്കുകയാണ് ചെയ്യുന്നത്. ഇനി എനിക്കത് കിട്ടി,
അല്ലേ? ഈ കിട്ടുക എന്നുള്ളത് നമ്മൾ ഗോട്ട് യൂസ് ചെയ്യും, പക്ഷെ ഇവിടുത്തെ നമ്മൾ പഠിച്ച പ്രകാരം എന്താണ് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പറയാം. എനിക്കത് കിട്ടി അല്ലെങ്കിൽ എനിക്കത് ലഭിച്ചു എന്ന് പറയണമെങ്കിൽ എങ്ങനെയാണ് സെന്റൻസ് പറയുക എന്നുള്ളത് നിങ്ങളിന്ന് താഴെ കമന്റ് ചെയ്യട്ടെ. അപ്പൊ രണ്ടെണ്ണമാണ് ഞാൻ ഇന്ന് തന്നിട്ടുള്ളത്. ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട്, എനിക്കത് കിട്ടിയിട്ടുണ്ട്. എനിക്കത് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കത് കിട്ടി സിമ്പിൾ ആയിട്ടും പറയാം, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഏത് രീതിയിലായാലും ഇന്ന് പഠിച്ച ഈ റൂൾ അനുസരിച്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇത്രയും കാര്യങ്ങളാണ്. ഒരുപോലെ വരുന്ന എന്നാൽ ഒരുപോലെ യൂസ് ചെയ്യുന്ന ഒരുപോലെ മാച്ച് ആയിട്ട് യൂസ് ചെയ്യുന്ന വെർബുകളാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.